തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ യെശയ്യാ പ്രവാചകന്റെ പ്രബോധനത്തിനനുസരിച്ച് അവർ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1-ാം ചോദ്യം. പ്രഭാഷകൻ അധ്യായം 48-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48 വാക്യങ്ങൾ. ചോദ്യം 2. എത്ര ശീർഷകമുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 3 ശീർഷകം. ഏലിയ, എലീശ, ഹെസക്കിയ, യെശയ്യാ. ചോദ്യം 3. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൽ ആദ്യ ശീർഷകം എന്താണ്? ഉത്തരം ഏലിയ. ചോദ്യം 4. ഏലിയ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എപ്രകാരമാണ്? ഉത്തരം അഗ്നി പോലെ. 5-ാം ചോദ്യം. ഏലിയ പ്രവാചകൻ്റെ വാക്കുകൾ എങ്ങനെ ജ്വലിച്ചു? ഉത്തരം പന്തം പോലെ. ചോദ്യം 6. ഏത് പ്രവാചകൻ്റെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത്? ഉത്തരം ഏലിയ പ്രവാചകൻ. ചോദ്യം 7. ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കിയത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം 3 പ്രാവശ്യം. ചോദ്യം 8. 48:6 പ്രകാരം ഏലിയ പ്രവാചകൻ നാശത്തിലേക്ക് നയിച്ചത് ആരെയാണ്? ഉത്തരം രാജാക്കന്മാരെ. ചോദ്യം 9. ഏലിയ പ്രവാചകൻ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെയാണ്? ഉത്തരം പ്രസിദ്ധന്മാരെ. 10-ാം ചോദ്യം. ഏലിയ ഭീഷണികൾ ശ്രവിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം സീനായിൽ വെച്ച്.